കൊല്ലം സർവീസ് പോവാണ്. നമ്മൾ ഡ്രൈവർ ഹെൽമെറ്റും വെച്ചുകൊണ്ടാണ് ഡ്യൂട്ടി എടുക്കുന്നത്. ദൃശ്യങ്ങളിലുള്ള വാഹനം ഇതാണ്. പത്തനംതിട്ടയിൽ നിന്നും ഇന്ന് രാവിലെ 6:20 പുറപ്പെട്ട കൊല്ലം വേണാട് ബസ്സാണ്. അതിന്റെ ഡ്രൈവർ പത്തനംതിട്ട കുമ്പളാമ്പഴി സ്വദേശിയാണ്. ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് യാത്ര വാഹനം ഓടിച്ചത്. എയർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. കാരണം മറ്റുള്ള വണ്ടികളൊന്നും റോഡിലില്ലല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ചിലപ്പം വരാഴികയില്ലല്ലോ. യാത്ര പുറപ്പെടുന്ന സമയത്ത് തന്നെ ഹെൽമെറ്റ് ഉണ്ടായിരുന്നോ? ഇല്ല, അവിടുന്ന് എടുത്തൊന്നും ഇല്ലായിരുന്നു. അന്നേരം റോഡൊക്കെ നല്ല സേഫായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ആണ്ടപ്പള്ളി കഴിഞ്ഞ് പന്നിവഴി ആയപ്പോഴാണ് ഞാൻ ഹെൽമെറ്റ് എടുത്ത് വെച്ചത്. ഇവിടെ വന്നപ്പം സമരാനുകൂലികൾ വണ്ടി തടഞ്ഞു. തടഞ്ഞു. ഇങ്ങോട്ട് കയറാൻ നേരത്തെ വണ്ടി തടഞ്ഞു. എവിടെ വെക്കും ഈ ഹെൽമെറ്റ് സാധാരണ ദിവസങ്ങളിൽ? സാറിന് നമ്മൾ VS-ന്റെ വെഹിക്കിൾ സൂപ്രണ്ടുണ്ട് നമ്മുടെ പിന്നെ ഡ്രൈവറിൻ്റെ. അപ്പോൾ അവിടെ സാറിന് നമ്മൾ വെക്കുന്നത്. വണ്ടിയെ വെച്ചാൽ അത് പൂട്ടി വെക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹെൽമെറ്റ് കാണത്തില്ല. അപ്പോൾ VS-ന്റെ റൂമിലാണ് വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഹർത്താലായതുകൊണ്ട് വണ്ടി എടുത്ത് വെച്ചു. അല പോയാൽ എന്ത് ചെയ്യും അല്ലേ? നമ്മുടെ അവയവങ്ങൾ പോയാൽ പിന്നെ നമ്മുടെ ഇപ്പോൾ ഞാനാണ് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ ഫാദർ മരിച്ചു പോയതാണ്. അപ്പം അമ്മ വയ്യാത്തൊരമ്മയുണ്ട്, 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളിൽ ഞാൻ നോക്കും. അപ്പം ഞാനോട് എൻ്റെ അവസ്ഥ വല്ലതായി കഴിഞ്ഞാൽ ഞാനും കിടപ്പിലായിപ്പോയാൽ ആകെപ്പാട് പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു ഹെൽമെറ്റ് വെക്കുന്നതിന് മുൻപ്. കൊല്ലം വണ്ടിയുടെ കണ്ടക്ടർ ഡിക്സൺ കൂടി നമ്മോടൊപ്പം ചേരുന്നു. നിങ്ങൾ 2 പേര് യാത്ര പുറപ്പെട്ടിട്ട് ഒരാൾ മാത്രം ഹെൽമെറ്റ് വെച്ചത് ശരിയായില്ല. അത് ശരിയായില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനാണല്ലോ കൂടുതൽ അപകടങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് അദ്ദേഹം വെച്ചു, അദ്ദേഹം സേഫ് ആകട്ടെ എന്ന് ഞാൻ കരുതി. ആരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്? അതിലൊരു യാത്രക്കാരനാണ് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. പിന്നെ ഫോട്ടോ ഞാൻ അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടു. എനിക്കൊരു രസം തോന്നി, അങ്ങനെ ഫോട്ടോ എടുത്തു. യാത്ര മുടങ്ങി. അതെന്താ ചെയ്യാനാ? യാത്ര മുടങ്ങി. ഞങ്ങൾ രാവിലെ സമരമായിട്ട് പോലും ഡ്യൂട്ടി ചെയ്യാനായിട്ട് വന്നതാ. അപ്പം നമ്മുടെ യാത്ര മുടങ്ങി. ആഗ്രഹമായിരുന്നു ഡ്യൂട്ടി ചെയ്യണമെന്നുള്ളത്, പക്ഷേ അത് പറ്റിയില്ല. അതേ ഉള്ളൂ. രാവിലെ എന്നെ സംബന്ധിച്ചാൽ ഞാൻ 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വെള്ളം പോലും കുടിക്കാതെ നമ്മൾ ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി വിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പം എന്തായാലും രാത്രി 12 മണി വരെ ഹർത്താലിന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ ഇതുവരെ ഇവിടെ നിൽക്കണം, പട്ടണിക്ക് കിടക്കുന്നു. ഒരു വെള്ളം പോലും കുടിക്കാൻ നമുക്ക് നിർവാഹമില്ല. അപ്പോൾ ഇതൊരു വല്ലാത്തൊരവസ്ഥ. എന്തായാലും ഈ ഹെൽമെറ്റുകൾ ജീവനക്കാരുടെ ആണെങ്കിൽ പോലും മോഷണം പോകുന്നത് ഒരു നിത്യസംഭവമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ യാത്രയിലെ കരുതൽ ഹെൽമെറ്റിനും അതോടൊപ്പം തന്നെ ആരോഗ്യത്തിനും നല്ലതായി. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. പൊതുപണിമുടക്കിലെ അക്രമ സംഭവങ്ങൾക്കിടയിൽ നിന്ന് നമ്മൾ കണ്ട കൗതുകമുള്ള ഒരു കാഴ്ച. സോണൽ കൃഷ്ണ ചേരുന്നുണ്ട് തത്സമയം. സോണൽ, ശരിക്കും എന്താ പറയുക, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഇന്ന് നടന്നത്. പക്ഷേ ആ ഒരു ദിവസം പേടിച്ച് തൊഴിലെടുക്കേണ്ട ഒരവസ്ഥ വരുന്നത് തൊഴിലാളിക്ക് തന്നെയാണ്. ഹെൽമെറ്റ് ഒക്കെ വെച്ച് വണ്ടി ഓടിക്കേണ്ട അവസ്ഥ എന്ന് പറയുമ്പോൾ കുറച്ചധികം റിസ്ക് ആണ്. പക്ഷേ ആ റിസ്ക് എടുത്ത് അവർ സർവീസ് നടത്തിയെങ്കിലും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ആ റിസ്ക് എടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് കൗതുകത്തോടൊപ്പം തന്നെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു കൂടിയുണ്ട് ഈ കാഴ്ച. തീർച്ചയായിട്ടും ഷിബു തോമസ് പറഞ്ഞ കാര്യമുണ്ട്. രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ജനങ്ങളെ സേവിക്കാൻ വേണ്ടി വെള്ളം പോലും കുടിക്കാതെയാണ് അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയ സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഹർത്താലിന് ഇതിനു മുമ്പും പലതരത്തിലുള്ള ഹർത്താലുകൾക്കും പണിമുടക്കുകൾക്കും ഒക്കെ തന്നെ പലതരത്തിൽ അക്രമങ്ങൾ നേരിട്ട ഒരു വിഭാഗമാണ് KSRTC ഡ്രൈവർമാർ. അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഷിബു ആ ഹെൽമെറ്റ് ധരിച്ച് ബസ് ഓടിക്കാൻ തയ്യാറായത്. ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് കൊല്ലത്തേക്ക് പോയ KSRTC ബസ്സിലാണ് അദ്ദേഹം ഇങ്ങനെ ഹെൽമെറ്റ് ധരിച്ച് ഡ്രൈവറായി പോയത്. ആ സമയത്ത് ആ ബസ്സിലുണ്ടായിരുന്ന ഈ ഒരു യാത്രക്കാരൻ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ആ ബസ് അവിടെ നിന്ന് യാത്ര തിരിച്ച് അടൂരെത്തുമ്പോഴേക്കും പ്രവർത്തകർ ആ ബസ് തടയുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ നിന്ന് യാത്രക്കാരെ പുറത്തിറക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് വലിയ വിഷമമുണ്ട്. കാരണം പലതരത്തിൽ പല ആവശ്യങ്ങൾക്കായി പോകുന്ന സാധാരണക്കാരെ സഹായിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു ആശങ്ക അവരുടെ ഉള്ളിലുണ്ട്. എങ്കിൽ പോലും തുടർന്നുള്ളൊരു യാത്രയ്ക്ക് ആ സമരക്കാരോ ആ പ്രതിഷേധക്കാരോ സമ്മതിച്ചില്ല എന്നുള്ള ഒരു വിഷമം അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും തലയ്ക്ക് കല്ലേറ് കൊള്ളാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ഒരു ഹെൽമറ്റ് ധരിച്ചുള്ള യാത്രയുമായി മുന്നോട്ട് പോയത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്, വൈറലാകുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ദൃശ്യവും ഒരുപക്ഷെ ഈ ദൃശ്യം തന്നെ ആവാം എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. പലതരത്തിലുള്ള ആശയങ്ങൾ കൂടി ഈ ദൃശ്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഇത്തരം വലിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും സാധാരണക്കാർക്ക്, ആവശ്യക്കാർക്ക് വേണ്ടി സേവനം നടത്തുന്ന ഒരു വിഭാഗം അവർ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇത്തരത്തിലൊക്കെ ചെയ്യേണ്ട സാഹചര്യം നമ്മളെ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും സോണൽ, കൗതുകത്തോടൊപ്പം തന്നെ ഇരുത്തി ചിന്തിപ്പിക്കുക കൂടി ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. സമരം വേണം, പ്രതിഷേധങ്ങൾ വേണം, പണിമുടക്കുകൾ വേണം. ഇത്തരത്തിലുള്ള പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ പല അവകാശങ്ങളും നേടിയെടുത്തത്. പക്ഷേ ആ സമരം ചെയ്യുന്നതിന്റെ രീതി ഏതായിരിക്കണം എന്നത് ഈ സമരക്കാർ യുക്തിയോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലെ തൊഴിലെടുക്കുന്ന മനുഷ്യർക്ക് ഇങ്ങനെ കുറച്ച് റിസ്ക് എടുത്തൊക്കെ തൊഴിലെടുക്കേണ്ട ഒരു അവസ്ഥ വരും.